ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 24ാമത്തെ എപ്പിസോഡാണ്. ചീലിങ്ങിൻ്റെ അമ്മ ചീലിങ്ങിൻ്റെ ജോബ് ഇഷ്ടമില്ലാത്തത് കാരണം അവർ രണ്ടുപേരും പിണക്കത്തിലായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നാകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കരയുകയാണ്. സീഷോയുടെ ഷോപ്പിലായിരുന്നു ലിങ്ങിൻ്റെ അനുജത്തി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവളെ കാണാൻ വേണ്ടി ലിങ്ങും ജിജിയാനും കൂടി അവിടേക്ക് പോവുകയായിരുന്നു. അവൾ ചോദിക്കുന്നുണ്ട് എന്ത് ഫുഡാണ് വേണ്ടതെന്നല്ല. അങ്ങനെ അവർ ജ്യൂസ് എന്നെല്ലാം പറയുന്നുണ്ട്. സീഷു ലിങ്ങിനോട് പറയുന്നുണ്ട്, നിന്റെ അനുജത്തി വളരെ നല്ലൊരു കുട്ടിയാണ്, അവർ മുൻകോപമുണ്ട് എന്നുള്ളത് മാത്രമുള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല എന്നെല്ലാം ലിങ്ങിനോട് സീഷ പറയുന്നുണ്ട്. ലിങ് പഴയ കാര്യമെല്ലാം ആലോചിക്കുകയായിരുന്നു. ലിങ് ജിജിയാൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചതെല്ലാം നോക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ അവിടേക്ക് വരുന്നത്. എന്നിട്ട് അമ്മ ലിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, അതൊന്ന് ഞാൻ നോക്കട്ടെ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ലിങ് പറയുന്നുണ്ട്, അതൊന്നുമില്ല, അമ്മ പോയി കിടന്നോളൂ എന്നെല്ലാം ലിങ് അമ്മയോട് പറയുന്നുണ്ട്. ലിങ് ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞു വരുമ്പോഴാണ് അമ്മ അവിടെ ഇരുന്ന് എന്തോ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുന്നത് കാണുന്നത്. അങ്ങനെ എന്താണെന്ന് നോക്കുമ്പോഴാണ് ലിങ്ങിന് മനസ്സിലാകുന്നത് അത് ലിങ്ങിൻ്റെ ഫാമിലി ഫോട്ടോയായിരുന്നു. എന്നിട്ട് അമ്മ ലിങ്ങിനോട് കരഞ്ഞു പറയുന്നുണ്ട്, എനിക്ക് അവിടെ ആരെയും ഇഷ്ടമില്ല, നീ ഇനി അവിടേക്ക് പോകുന്നതും എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്നെല്ലാം ലിങ്ങിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടയുടൻ ലിങ്ങിന് വളരെയധികം സങ്കടമാകുന്നുണ്ട്. ലിങ്ങിൻ്റെ അനുജത്തി പറയുന്നുണ്ട്, ചേട്ടൻ്റെ പാസ്പോർട്ടും അമ്മ വെട്ടാൻ പോവുകയായിരുന്നു, ഞാനാണ് അത് പോയി വാങ്ങി വെച്ചത് എന്നെല്ലാം പറയുന്നുണ്ട്. സീഷോ ലിങ്ങിൻ്റെ അനുജത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ നല്ലൊരു ക്യാരക്ടറാണ്, നീ ആരോടും ചൂടാകാതെ എല്ലാവരോടും നല്ലോണം പെരുമാറണം എന്നെല്ലാം സീഷോ അനുജത്തിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സീഷോ അവൻ്റെ അച്ഛനെ വിളിക്കുന്നുണ്ട്. കാരണം ജിജിയാൻ്റെ കഥ ഇപ്പോൾ വേറെ ആരുടേതാണോ എന്ന് പറഞ്ഞ് വളരെയധികം പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഫോട്ടോ എങ്കിലും കണ്ടാൽ ആ പ്രശ്നമെല്ലാം മാറും. അത് അവരുടെ ആരുടെ കയ്യിലില്ല. സീഷോ ആണെങ്കിൽ വിദേശത്തേക്ക് പോയപ്പോൾ അവിടെ വെച്ച് മറന്നിരുന്നു. അത് കിട്ടാൻ വേണ്ടിയാണ് അച്ഛനെ സീഷോ വിളിക്കുന്നത്. അച്ഛൻ സീഷോയോട് പറയുന്നുണ്ട്, നിന്റെ മുത്തശ്ശൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്, നീ ഒന്ന് അവരെ പോയി കാണ്, എന്നാൽ ഞാൻ നിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സീഷോ പറയുന്നുണ്ട്, എനിക്കൊരിക്കലും കഴിയില്ല അവരെ പോയി കാണാൻ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഫോട്ടോ അയച്ചു തരികയുമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സീഷോ പറയുന്നുണ്ട്, എനിക്ക് ആ ഫോട്ടോ നിർബന്ധമാണ്, അതുകൊണ്ട് ഞാൻ അവരെ പോയി കാണാം എന്നെല്ലാം പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. ടങ്സാനെ കൂട്ടി സീഷോയുടെ ഫ്രണ്ട് ഒരു റൈറ്റർ അടുത്തായിരുന്നു പോയിരുന്നത്. അവർ ടങ്സാനോട് പറയുന്നുണ്ട്, എൻ്റെ കഥ ഞാൻ നിനക്ക് തരാം, നീ ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് നാളെ എനിക്കിത് വന്ന് അഭിനയിച്ച് കാണിച്ചു തരണം എന്നെല്ലാം പറയുന്നുണ്ട്. സീഷോ പറഞ്ഞ പ്രകാരം ലിങ്ങിൻ്റെ അനുസരിച്ച് ജിജിയാൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് അവളോട് ഞാൻ ചെയ്ത തെറ്റിയെല്ലാം സോറി എന്ന് പറയുമ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, നീ എൻ്റെ എത്രയോ വയസ്സിന് ഇളയതാണ്, നീ എന്നോട് സോറി ഒന്നും ചോദിക്കണ്ട, അതൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അവളാണെങ്കിൽ ടങ്സാൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, ഞാൻ ഇനി നിന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഓഡീഷനെല്ലാം കഴിഞ്ഞു വരികയായിരുന്നു ടങ്സാൻ. എന്നിട്ട് സീഷോയുടെ ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, നിനക്ക് കിട്ടിയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൾ അവനെ ഹഗ് ചെയ്ത് പറയുന്നുണ്ട്, എനിക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷിക്കുകയായിരുന്നു. ചീലിങ് പറഞ്ഞ പ്രകാരം ചീലിങ്ങിൻ്റെ അച്ഛൻ അമ്മയെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, എനിക്കിനി ഈ ബന്ധം തുടരാൻ യാതൊരു താല്പര്യവുമില്ല എന്ന്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തത്, ഞാൻ നിങ്ങളെ എന്താണ് ചെയ്തത്, ഞാൻ നിങ്ങൾ പറഞ്ഞത് ഒന്നും ഇതുവരെ അനുസരിക്കാതെ ഇരുന്നിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണിത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ചീലിങ് പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെ ഭാഗത്താണ്, അമ്മ പറഞ്ഞതെല്ലാം ശരിയാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, എന്നാലും ഇനി എനിക്ക് ഡിവോഴ്സ് വേണം, അതെനിക്ക് നിർബന്ധമാണ് എന്നെല്ലാം പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. ജിജിയാൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു കപ്പിൾസ് ആയിരുന്നു. അവൻ അവളോട് പറയുന്നുണ്ട്, ജിജിയാൻ
ആരുടെ കഥ മോഷിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല. അവളിപ്പോൾ വളരെ മോശം സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് വളരെയധികം പ്രശ്നമായാൽ പോലീസ് കേസ് വരെയാകും, നമ്മളെ വരെ പിടിക്കും. നമ്മൾ എന്തിനാണ് അതിന് നിൽക്കുന്നത്? നമുക്ക് ഇവിടെ നിന്ന് ജോലി ഒഴിവാക്കി പോവാം എന്നെല്ലാം അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് അവളോട് എന്താണ് തീരുമാനമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞു തരാം. ശേഷുയുടെ ഫ്രണ്ടിനെ കാണുന്ന ചീലിൻ അവനോട് സോറി ചോദിക്കുന്നുണ്ട്. അവനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്തു, നിന്നെ ഞാൻ ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞു, അതെല്ലാം എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ്. ഞാൻ നിന്നെ അത്രയ്ക്കൊന്നും പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ടങ്സാന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നിട്ട് അവളെ നീ സ്നേഹിക്കാതെ നീ എന്നെയാണ് സ്നേഹിച്ചത്. അതുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെയെല്ലാം ചെയ്തത്. എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ശീശോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, അതെല്ലാം ശരിയാണ്. ടങ്സാന് എന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് നിന്നമായിരുന്നു ഇഷ്ടം. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എനിക്ക് ടങ്സാനെ ഒരുപാട് ഇഷ്ടമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ശിശുയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അതെല്ലാം മറന്നു. ഇപ്പോൾ നമുക്ക് നല്ല ഫ്രണ്ട്സായി മാറാം. എന്തിനാ നമ്മൾ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകേണ്ട ആവശ്യം എന്നെല്ലാം പറയുന്നുണ്ട്. ഇതാണ് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 24ാമത്തെ എപ്പിസോഡിലുള്ളത്. ഇനി ഗോ അഹെഡ് എന്ന ഡ്രാമ അവസാനിക്കാനായി ഒറ്റ എപ്പിസോഡ് കൂടിയുള്ളൂ.